ഒരു കഷ്ണം ക്യാരറ്റ് മിക്സിയുടെ ജാറിലിട്ട് നോക്കൂ. വായിലിട്ടാൽ അലിഞ്ഞു പോവും രുചിയിൽ. നല്ലൊരു അടിപൊളി കേക്കാണ് കേട്ടോ ഇത് നമ്മൾ ചെയ്യാനായിട്ട് പോണത്. കുട്ടികൾക്ക് പോലും വളരെ ഈസി ആയിട്ട് ഈ ഒരു കേക്ക് റെഡിയാക്കി എടുക്കാം. കണ്ടല്ലോ ഇത് കട്ട് ചെയ്യുമ്പോൾ ഇത്രത്തോളം സോഫ്റ്റ് ആണെന്ന്. കേക്കൊന്നും ഉണ്ടാക്കാൻ ഞങ്ങൾക്കൊന്നും അറിയില്ലേ എന്ന് പറഞ്ഞിട്ട് ഇനി ആരും ഇരിക്കല്ലേ. ഇതുപോലെ നല്ല സോഫ്റ്റ് കേക്ക് നമ്മുടെ മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കട്ടോ. നമ്മളല്ലാതെ ആരവർക്ക് ഉണ്ടാക്കി കൊടുക്കുക. അപ്പം എന്തായാലും ഞാനിത് അവിടെ 2 കുഞ്ഞ് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. വലിയ ക്യാരറ്റാണ്. ഈ ക്യാരറ്റിൻ്റെ ഹാഫ് പോർഷൻ മതി കേട്ടോ, പകുതി മതി. ഇത് കയ്യിലെടുക്കുമ്പോൾ തന്നെ അറിയാം എത്രത്തോളം വലിപ്പമുണ്ടെന്ന്. ഞാനിതുപോലെ പച്ച കഴിക്കാനായിട്ട് ചെറുത് നോക്കി വാങ്ങണമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ പുറമേ ഉള്ള തൊലി ഉണ്ടല്ലോ, അതൊക്കെ ഒന്നെങ്കിൽ നമുക്ക് പീലർ ഉപയോഗിച്ചിട്ട് കളയാം, അല്ലെങ്കിൽ കത്തി വെച്ചിട്ട് ആദ്യം അതൊക്കെ ഒന്ന് കളഞ്ഞു കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കാം കേട്ടോ. എങ്കിലേ നമ്മൾ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്യാൻ പോവുകയാണ്. അതിന് ശേഷമാണ് നല്ല ജ്യൂസി ആയിട്ട് ഇത് അടിച്ചെടുക്കാനായിട്ട് പോണത്. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ ഇഷ്ടമാവുക. കാരണം ക്യാരറ്റ് കേക്കൊക്കെ ഹെൽത്തിയാണ്. അതിലുപരി കാണാനും മൊഞ്ചാണ്, കഴിക്കാൻ ഉഗ്രൻ ടേസ്റ്റാണ്. പെട്ടെന്നൊരു വിരുന്നുകാരൊക്കെ വരുമ്പോൾ എളുപ്പത്തിൽ നമ്മൾ ഉമ്മമാർക്കൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഐറ്റം കൂടിയാണ്. അങ്ങനെ അപ്പോൾ എന്ത് ചെയ്യുക, നമ്മളെ വീഡിയോക്ക് എല്ലാവരും ഒരു ലൈക്ക് ഒന്ന് തരും കേട്ടോ. നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയറും കൂടിയും ചെയ്ത് കൊടുക്കാൻ നിങ്ങളാരും മറക്കരുത്. അപ്പോൾ ക്യാരറ്റൊക്കെ നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതിലോട്ട് 2 കോഴിമുട്ടയാണ് നമ്മൾ പൊട്ടിച്ച് വയ്ക്കുന്നത്. റൂം ടെമ്പറേച്ചറിലുള്ള കോഴിമുട്ട തന്നെ എടുക്കാൻ നോക്കുക. ഫ്രിഡ്ജിലൊക്കെ വെച്ചതാണെങ്കിൽ ജസ്റ്റ് പുറത്തൊക്കെ ഒന്ന് വെച്ച് ഒന്ന് തണുപ്പൊക്കെ വിട്ടതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാരയാണ് കേട്ടോ. ഞാനൊരു 1/4 കപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഏലക്കയും പഞ്ചസാരയും പൊടിച്ചത് ഒരു ചിരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ വാനില എസൻസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഓപ്ഷനിലാണ്. ഞാനിവിടെ ഏലക്കയാണ് ചേർത്തിട്ടുള്ളത്. നമ്മുടെ ആ മുട്ടയുടെ ആ ഒരു പച്ച സ്മെല്ലൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അടിച്ചു കൊണ്ടുവരാം. ഒരു തുള്ളി വെള്ളം ചേർക്കല്ലേ. ആ ഒരു മുട്ടയിലുള്ള വെള്ളയും അത് മാത്രം മതിയാവും കേട്ടോ ഈ ഒരു രൂപത്തിൽ നമുക്ക് കിട്ടാനായിട്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ക്യാരറ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഈ ഒരു സമയത്ത് പെട്ടെന്ന് തന്നെ അങ്ങ് അരഞ്ഞ് ഇതുപോലെ കിട്ടിക്കോളും. ഇനി ഇതിലോട്ട് നമ്മൾ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ഈ ഒരു ഓയിലും അതുപോലെ തന്നെ ഈ ഒരു ക്യാരറ്റിൻ്റെ കൂട്ടും നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒന്നെങ്കിൽ നമുക്ക് ഇതുപോലെ വിസ്ക് എടുക്കാം, അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ട് ചെയ്തെടുത്താലും മതി കേട്ടോ. പെട്ടെന്ന് തന്നെ മിക്സായി കിട്ടിക്കോളും. അപ്പോൾ നമ്മൾ ക്യാരറ്റ് ഒഴിക്കാതെടുക്കുന്ന ബൗളിൽ വെള്ളമൊന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തുക കേട്ടോ. ഡ്രൈ ആയിട്ടുള്ള ബൗൾ എടുക്കുക, അതിൽ വെച്ചിട്ട് ചെയ്യാം. ഞാൻ പറയാൻ വിട്ടുപോയതാണ് കേട്ടോ. അതിനുശേഷം ഇനി നമ്മളിതാ ഇതുപോലെ ഒരു അരിപ്പ് വെച്ച് കൊടുക്കുകയാണ്. ഇതിലോട്ട് 1 കപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ചായയൊക്കെ കുടിക്കുന്ന ഒരു ഗ്ലാസ് ഉണ്ടല്ലോ, അതിലായിട്ട് വടിച്ചിട്ട് 1 ഗ്ലാസ് മൈദാമാവാണ് ഞാനിവിടെ ചേർക്കുന്നത്. ഇനിയിപ്പോൾ ഒന്നുകൂടി ഹെൽത്തി ആവണം, മൈദ അങ്ങോട്ട് അൺഹെൽത്തി ആണെന്ന് പറയുന്നവർക്ക് ഗോതമ്പിൻ്റെ മാവ് വെച്ചിട്ടും ഈ റെസിപ്പി ചെയ്യാവുന്നതാണ് കേട്ടോ. അതിലോട്ട് 1 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർക്കാനുണ്ട്. ബേക്കിംഗ് സോഡ ഞാനിതൊന്ന് അരിക്കട്ടെ, അതിന് ശേഷമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് തട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ബേക്കിംഗ് സോഡ അത് 1/4 ടീസ്പൂൺ മതി, ഒരുപാടൊന്നും വേണ്ട കേട്ടോ. മറ്റത് 1 ടീസ്പൂണും. ഇപ്പോൾ ബേക്കിംഗ് പൗഡറൊന്നും അധികം വീടുകളിലൊന്നും ഉണ്ടാവില്ലല്ലേ. ഇല്ലെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു പാക്കറ്റ് കൊണ്ടുവരിക കേട്ടോ. എപ്പോഴും ഇടയ്ക്കിടയ്ക്കൊക്കെ നമുക്ക് ഇതുപോലെ മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാമല്ലോ. സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ ഇതുപോലെയൊക്കെ കട്ട് ചെയ്ത് കൊടുത്താൽ അവരൊക്കെ ഇഷ്ടത്തോടു കൂടി കഴിക്കുകയും ചെയ്യും. ബേക്കറിയിൽ നിന്ന് വാങ്ങുന്ന പലഹാരത്തിൻ്റെ അളവ് കുറക്കുക, ഒപ്പം പണം ലാഭിക്കട്ടോ. ആവശ്യത്തിന് നമ്മൾ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നുള്ള ഉപ്പും കൂടിയും ചേർത്തിട്ട് വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. മിക്സ് ചെയ്യുമ്പോൾ നിങ്ങളിങ്ങനെ ബേജാറാവണ്ട, ടൈറ്റ് ആവോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നമുക്ക് ആ ഒരു കറക്റ്റ് അളവ് തന്നെ കിട്ടും. നല്ല രീതിയിൽ കട്ടയൊന്നുമില്ലാതെ ഉടച്ചെടുത്തിട്ട് ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കുക. നല്ല ഹാർഡായിട്ട് ഇങ്ങോട്ട് ബലം പിടിച്ചിട്ട് ചെയ്യണ്ട കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് ഇങ്ങനെ ചെയ്തെടുക്കുക. അപ്പോഴേ നമ്മുടെ കേക്കും നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ഏകദേശം നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ബേക്ക് ചെയ്യേണ്ട പരിപാടിയേ ഉള്ളൂ. അപ്പോൾ ബേക്ക് ചെയ്യാനായിട്ട് ഒന്നുകിൽ കേക്കിൻ്റെ ടിന്നെടുക്കാം, അല്ലെങ്കിൽ സാധാരണ കുക്കറിലൊക്കെ ബേക്ക് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കുക്കറിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. താഴെ ചട്ടിയൊക്കെ വെച്ച് കൊടുത്തിട്ട്
താഴെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പഴയ പാൻ വെച്ച് എടുത്തിട്ട് കുക്കറിലും ബേക്ക് ചെയ്യാം. തീ വളരെ കുറച്ച് വെച്ചാൽ ഒട്ടും കരിഞ്ഞു പോകാതെ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. കണ്ടല്ലോ, നമ്മുടെ ബാറ്റർ നല്ല സ്മൂത്തായിട്ട് കിട്ടിയിട്ടുണ്ട്. മധുരമൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അത്യാവശ്യം ചെറിയ രീതിയിൽ മധുരമൊക്കെ വേണം, അല്ലെങ്കിൽ പിന്നെ എന്ത് കേക്കാണല്ലേ. അപ്പം ഞാനിതാ ഇതുപോലെ ഒരു കേക്ക് ടിന്നിൽ വെച്ചിട്ടാണ് ഇത് ബേക്ക് ചെയ്യണത്. ഇതിൻ്റെ ഉൾവശം കുറച്ച് സൺഫ്ലവർ ഓയിലൊന്ന് തേച്ച് കൊടുത്തിട്ട് കുറച്ച് മൈദാപ്പൊടി തട്ടിയെടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബട്ടർ പേപ്പറൊക്കെ വെച്ച് കൊടുക്കുന്നവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ. പക്ഷെ ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്യാതെ തന്നെ നമുക്ക് സൂപ്പറായിട്ട് കിട്ടും. അപ്പോൾ ഞാനിതെല്ലായിടത്തും ഓയിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കുറച്ച് മൈദാമാവ് തട്ടി കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ നിങ്ങൾ ഗോതമ്പ് പൊടിയും ചെയ്യുന്നവർക്കും ഇതേപോലെ ചെയ്താൽ മതി കേട്ടോ. ഈ മൈദാമാവ് തട്ടി കൊടുത്തുകൊണ്ട് കേട്ടോ ഈ ഒരു ടിന്നിൽ വെച്ചിട്ട്. ഇതോടൊപ്പം തന്നെ നമ്മളിത് ഏത് പാത്രത്തിലാണോ ബേക്ക് ചെയ്യാൻ വെക്കുന്നത് ആ ഒരു പാത്രം നന്നായിട്ട് അങ്ങോട്ട് ചൂടാക്കിയെടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഇവിടെ ഒരു പോട്ട് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഗ്യാസിൽ. അപ്പോൾ അതാ ഇനി നമ്മൾ പൊടിയൊക്കെ തട്ടിയെടുത്ത് ആ ഒരു പാത്രം അവിടെ മാറ്റി വെച്ചു. ഒപ്പം തന്നെ നമ്മൾ ഈ ഒരു ബാറ്ററിലോട്ട് കുറച്ച് ഡ്യൂട്ടി ഫ്രൂട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എൻ്റെ അടുത്ത് ഈ ഒരു യെല്ലോ കളർ ഉള്ളതുകൊണ്ട് ഞാൻ യെല്ലോ കളർ മാത്രമേ ചേർത്തുള്ളൂ. നിങ്ങളുടെ അടുത്ത് പച്ച ചുവപ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുത്തോളൂ. കാണാനും ഭംഗിയാണ്, കഴിക്കുമ്പോഴും രുചിയാണ്. അതുപോലെ നട്ട്സൊക്കെ ഇടുന്നവർക്ക് നട്ട്സൊക്കെ ഇട്ട് കൊടുത്താൽ കേട്ടോ. അപ്പോൾ ഞാനിത് ഇതുപോലെ പ്ലെയിൻ ആയിട്ടാണ് ചെയ്യുന്നത്. ഇനിതാ നമ്മുടെ ഈ ഒരു ബാറ്റർ നമ്മളെ കേക്കിൻ്റെ ടിന്നിലോട്ടൊന്ന് മാറ്റി കൊടുക്കുകയാണ്. സ്പാച്ചിലൊക്കെ ഉണ്ടെങ്കിൽ ബൗളിലൊന്നും ഒരു തുള്ളി പിടിക്കാതെ നല്ല വൃത്തി തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് പറ്റും. മാവ് ഇത്ര ഉള്ളൂ എന്ന് കരുതി നിൽക്കണ്ട കേട്ടോ. ഇത് വീർത്ത് നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. നന്നായിട്ടൊന്ന് തട്ടിയെടുക്കുക. എയർ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ ഒന്നങ്ങോട്ട് പോട്ടെ. എന്നിട്ട് ഇതാ നമ്മുടെ പോട്ട് ഇതാ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അതിലോട്ട് ഇതുപോലൊരു റിങ് ഞാൻ ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. കൈയൊന്നും പൊള്ളല്ലേ, കാരണം പോട്ട് നല്ല ചൂടായിട്ട് ഇരിക്കുമായിരിക്കും അല്ലേ. നല്ല ഹൈലിട്ടിട്ട് തന്നെ നന്നായിട്ട് ചൂടാക്കി എടുക്കുക. അതിനുശേഷം റിങ്ങൊക്കെ ഇട്ട് നമ്മുടെ കേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ഏറ്റവും ലോയിലിട്ടിട്ട് ഏകദേശം ഒരു 30 മിനിറ്റ് ആകുമ്പോഴേക്കും തന്നെ നല്ല അടിപൊളി സെറ്റായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നല്ല സ്മെല്ലൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. ഇതാ നമ്മുടെ കേക്ക് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഞാനൊരു കത്തി എടുത്തിട്ട് ഇതിൻ്റെ സെൻറ്ററിലൊക്കെ ഒന്ന് കുത്തി നോക്കിയിട്ടുണ്ട്. നമ്മുടെ ഓക്കെയാണ്. അപ്പോൾ ഒരു കോലോ ഇരിക്കലൊക്കെ വെച്ചിട്ട് പതുക്കെ ഒന്ന് നോക്കട്ടോ. അതിൻ്റെ ആ ഒരു സെൻറ്ററിലൊക്കെയാണ് ഒന്ന് നന്നായിട്ട് വെന്തിട്ട് ഇങ്ങനെ ഒന്ന് ചെറിയ രീതിയിലൊന്ന് പൊട്ടിപ്പോയിട്ടുണ്ട്. പക്ഷെ സംഭവം നല്ല അടിപൊളി സെറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാം. ഇനി ഞാൻ അങ്ങോട്ട് ഗ്യാസ് ഓഫ് ചെയ്യാണ്. ഓഫ് ചെയ്തതിന് ശേഷം നന്നായിട്ട് തണുത്ത് വന്നതിന് ശേഷം മാത്രം ഇത് നമുക്ക് കേക്കിൻ്റെ ടിന്നിൽ നിന്നും തട്ടിയെടുത്താൽ മതി. അങ്ങനെയാകുമ്പോൾ പൊട്ടിപ്പോകുന്നില്ല കേട്ടോ. സൈഡൊക്കെ നല്ല രീതിയിൽ തന്നെ തണുക്കുമ്പോഴേക്കും വിട്ടും കിട്ടും. നല്ല രീതിയിൽ തന്നെ വിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ താഴെ ഭാഗത്തേക്കൊക്കെ ഒന്ന് സ്പാച്ചുലയോ അല്ലെങ്കിൽ ഒരു കത്തിയൊക്കെ വെച്ചിട്ട് പതുക്കെ ഇതുപോലെ ഒന്ന് വിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതാ കയ്യിലോട്ട് ഇങ്ങനെ തട്ടിയെടുക്കേണ്ട ആവശ്യമുള്ളൂ. കണ്ടല്ലോ, നല്ല അടിപൊളി സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ തട്ടിയെടുത്തിരുന്ന മൈദാപ്പൊടി ഉണ്ട് കേട്ടോ അവിടെയും ഇവിടെയൊക്കെ. അതൊന്നും ഇപ്പോൾ വലിയ കാര്യമല്ലല്ലേ. അതൊക്കെ അങ്ങോട്ട് തട്ടി മാറ്റുക. നല്ല പെർഫെക്ഷനോട് കൂടിയിട്ട് തന്നെ നമ്മൾ അടിപൊളി ക്യാരറ്റ് കേക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു കുഞ്ഞി കഷ്ണം ക്യാരറ്റ് ഉണ്ടെങ്കിൽ ഈവനിങ്ങിൽ നല്ലൊരു ടീ കേക്ക് റെഡിയാക്കാം. മക്കൾക്ക് സ്കൂൾക്ക് സ്നാക്സ് കൊടുത്തു വിടാൻ പറ്റും. പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരുമ്പോൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു അടിപൊളി ഐറ്റമാണ്. നമ്മളിത് കട്ട് ചെയ്യാൻ പോവുകയാണെങ്കിൽ മാഷാ അല്ലാഹ് നല്ല സൂപ്പർ ടേസ്റ്റാണ്. നല്ല അടിപൊളി ടെക്സ്ചറോട് കൂടിയിട്ടാണ് കേട്ടോ നമുക്ക് ഈ ഒരു കേക്ക് കിട്ടിയിട്ടുള്ളത്. കട്ട് ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ സ്മൂത്ത് എത്രത്തോളമാണെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അങ്ങോട്ട് അറിയാൻ പറ്റും. നല്ല സോഫ്റ്റാണ് കേട്ടോ, നല്ല സോഫ്റ്റാണ്. അതിലുപരി നല്ല ടേസ്റ്റിയാണ്. ഇനിയിപ്പോൾ കേക്ക് ഉണ്ടാക്കാൻ അറിയില്ല എന്ന് പറഞ്ഞിട്ട് ആരും ഒതുങ്ങിയിരിക്കാതെ ഇതുപോലെയൊക്കെ ഒരു പ്രാവശ്യം എന്തെങ്കിലുമൊക്കെ ചെറിയ കേടൊക്കെ വരും, പിന്നെ അങ്ങോട്ട് ശരിയായിക്കോളൂ കേട്ടോ. ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഉണ്ടാക്കി നോക്കിയിട്ട് എന്തായാലും ഫീഡ്ബാക്ക് അറിയിക്കണേ. ആ ഒരു ചുവപ്പ് കളറുള്ള ഡ്യൂട്ടി ഫ്രൂട്ട് ഇതിലിങ്ങനെ ഉണ്ടായിരുന്നു, നല്ല ഭംഗിയായിരുന്നു അല്ലേ. ഇതിപ്പോൾ യെല്ലോ കളറായിട്ട് അങ്ങോട്ട് ശരിക്ക് കാണില്ല, എന്നാലും അവിടെയും ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ ബദാമൊക്കെ ഉള്ളവർക്ക് ബദാമൊക്കെ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുകയാണെങ്കിൽ കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റും ആയിരിക്കും. കണ്ടല്ലോ, നല്ല കടയിൽ നിന്നൊക്കെ വാങ്ങുകയാണെങ്കിൽ ഒരുപാട് പൈസ കൊടുക്കണം. എന്നാൽ നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കുമ്പോൾ മുട്ടയൊക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ളതാണ് അല്ലേ. പിന്നെ ഇപ്പോൾ എന്താ അല്ലാത്തതെന്ന് വെച്ചാൽ അതൊന്ന് വാങ്ങി സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇതുപോലെ നല്ല കേക്കൊക്കെ റെഡിയാക്കിക്കൂടെ.
കുറച്ച് ഞാൻ കട്ട് ചെയ്ത് പ്ലേറ്റിലോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഹാഫ് പോർഷൻ എന്താ ഉൾവശം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നല്ല രീതിയിൽ ഹോളൊക്കെ ഉണ്ട്. നല്ല അടിപൊളി സെറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടല്ലോ, ഞാൻ അങ്ങനെ കൈ വെച്ചിട്ട് പ്രസ് ചെയ്യുമ്പോൾ തന്നെ അറിയാം എത്രത്തോളം പഞ്ഞിക്കെട്ടാണെന്ന്. വേവിക്കുന്ന സമയത്ത് കുറഞ്ഞ തീയിൽ വെച്ചിട്ട് ഒരു 30 മിനിറ്റ് ബേക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. നമുക്ക് നല്ല അടിപൊളി സെറ്റായിട്ട് തന്നെ കിട്ടും. നമ്മുടെ ചാനലേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടോ? ഉണ്ടാവില്ലേ? നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. എന്നിട്ട് ഓൾ എന്നുള്ളൊരു ഓപ്ഷനൊക്കെ നെക്കിക്കെടുക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാ ഞാനിടുന്ന വീഡിയോ അതിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും. ഞാനെപ്പോഴും സിമ്പിളായിട്ടുള്ള റെസിപ്പീസാണ് കേട്ടോ ഇടാറ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികൾക്ക് പോലും വളരെ ഈസി ആയിട്ട് ഇതൊക്കെ റെഡിയാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമ്മുടെ ഉമ്മമാർ മടിയൊന്നും കൂടാതെ ഈ ഒരു ഐറ്റം ഒന്ന് ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണം കേട്ടോ. നിങ്ങൾ ഉണ്ടാക്കി അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുമ്പോഴല്ലേ എങ്ങനെ ഏതാണെന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. കണ്ടല്ലോ, നമ്മളിത് കട്ട് ചെയ്ത് പ്ലേറ്റിലോട്ടൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഗസ്റ്റൊക്കെ വരുമ്പോൾ ഇതുപോലെ അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയ അതേ ഒരു ടെക്സ്ചറും ഫീലൊക്കെ അല്ലേ കാണുമ്പോൾ, എന്നാൽ കഴിക്കുമ്പോൾ അതിലേറെ രുചിയുണ്ട് കേട്ടോ. മുട്ടയുടെ സ്മെല്ലൊന്നുമില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഏലക്കാപ്പൊടി ചേർത്തത്. അതിന് പകരം നിങ്ങൾക്ക് നമ്മൾ പറഞ്ഞ പോലെ വാനില എസൻസും ചേർക്കാവുന്നതാണ് കേട്ടോ. ഏലക്കാപ്പൊടിക്ക് എപ്പോഴും കയ്യിലുണ്ടാവില്ലേ. ഞാനൊരു പീസ് എടുത്ത് കയ്യിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പിച്ചെടുക്കുന്നുണ്ട്. പിച്ചുന്ന സമയം തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും എത്രത്തോളം സോഫ്റ്റ് ആണെന്ന്. ഏതായാലും സംഭവം നല്ല അടിപൊളിയാണ് കേട്ടോ. ഇനിയിപ്പോൾ മൈദാമാവ് അൺഹെൽത്തി എന്ന് പറയുന്നവർ ഗോതമ്പൊടി വെച്ചിട്ട് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. ഇൻഷാ അല്ലാ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ വരാം. എല്ലാവരോടും അസ്സലാമു അലൈക്കും.